കുട്ടികളെ ഇവിടെ നടക്കണേന്ന് അറിയോ? അവിടെ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടി വരിക. അവളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പെൺകൊച്ചാണ് ജാസ്ലിയ. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പൊ അന്ന് ആക്സിഡന്റ് ഉണ്ടായി. അന്ന് ഞങ്ങക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് ആലുവയിലേക്ക് വരാനായിട്ട്. അന്ന് പോകുന്നില്ലെങ്കിൽ ഡൊമിനോസിലെ ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കൊച്ച് ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്തിയ LF-ലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. അവളെ ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാ കാറ് വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴാ ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്ന് അറിയോ? അവിടെ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടി വരിക. അവളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പെൺകൊച്ചാണ് ജാസ്ലിയ. അവളുടെ അപ്പനെ കുറിച്ച്, ചേട്ടനെ കുറിച്ച്, അമ്മേനെ അടുത്ത വർഷം ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ചേർക്കണം മിസ്സേ. എന്റെ അമ്മ +2 സയൻസിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. ഈ പേജ് ലഭിച്ചില്ലല്ലോ. എന്റെ അമ്മേനെ പഠിപ്പിക്കണം മിസ്സേ എന്നോട് വന്ന് പറഞ്ഞതാണ് ജാസ്ലിയ. ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട് 2 വർഷം 2 ടൂർണമെന്റ്. 4-5 ലക്ഷം രൂപ ചെലവുള്ളതാ. അവള് ഞങ്ങള് കൊടുത്ത 50 രൂപയുടെ 30 രൂപയുടെ കൂപ്പൺ മുഴുവൻ നടന്ന് വിറ്റ് കാശ് കൊണ്ട് വന്ന് ഞങ്ങക്ക് ചെയ്തന്ന്. അത്രയ്ക്കും ഞങ്ങളുടെ കൂടെയായിരുന്നു ജാസ്ലിയ ഉണ്ടായിരുന്നത്. എന്തു പറഞ്ഞാലും അവള് കരയും ദേഷ്യപ്പെടുന്നില്ല. എപ്പോഴും ചിരിച്ചു നിക്കത്തുണ്ടായിരുന്നുള്ളൂ. ഇനി ജാസ്ലിക്ക് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇനി അടുത്തൊരാള് പോവാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് മാത്ര. ജാസ്ലി യോഗ നന്നായി ചെയ്യായിരുന്നു. അവള് നല്ല ഫ്ലെക്സിബിൾ ആയിരുന്നു. കൊക്കോ ടീമിലുണ്ടായിരുന്നു. എന്താ പറയാ, സ്പോർട്സില് എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ല. പക്ഷെ അവള് എന്ത് പറഞ്ഞാലും മിസ്സേ ഞാനില്ലേ, എനിക്കറിയില്ലെങ്കിലും ഞാനില്ലേ മിസ്സേ കൂടെ എന്നാ പറഞ്ഞോണ്ടിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യം തന്ന് കൂടെ ഉണ്ടായിരുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളില്ലേ അവളില്ലേന്ന് പറഞ്ഞിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.